എന്നാലും ഈയിടെ നടന്ന ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ പ്രശ്നം. എന്തായാലും ഞാനും അതിൻ്റെ അകത്ത് പെട്ടു. എന്നാൽ ഞാൻ കൊച്ചിയിൽ നിന്ന് തിരിച്ച് UK വരുന്ന ഒരു സമയം, UK ഫ്ലൈറ്റ് സ്ട്രെയിറ്റ് അവേ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്തായാലും കുറച്ച് നേരത്തെ, സാറ് 3 മണിക്കൂർ മുമ്പ് നമുക്ക് ഇവിടെ എത്തിയാൽ മതി. അപ്പം നോർമൽ എൻ്റെ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിഗോയുടെ നേരെ ഡൽഹിയിൽ നിന്ന് ആണ് നമ്മുടെ UK ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയ വിഷയമില്ല. എന്നാലും കുറച്ച് നേരത്തെ ഒരു മണിക്കൂറും കൂടെ നേരത്തെ വരാം എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ പോകുന്നു. അതായത് 4 മണിക്കൂർ മുമ്പ് വന്നു. എൻ്റെ ഡൽഹി ഫ്ലൈറ്റ് സത്യം പറഞ്ഞാൽ 8 മണി കഴിഞ്ഞിട്ടായിരുന്നു. ഞാനിവിടെ പെട്ടുപോയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായി. സോ ക്യാൻസലായ ശേഷം മെഴുങ്ങസിയ എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്? ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ ക്യാൻസലാകുമ്പോൾ നമ്മുടെ മാത്രം ഫ്ലൈറ്റ് ക്യാൻസലായിട്ട് അവിടെ കിടന്ന് ബഹളം വെക്കണോ അതോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിവേ, നമ്മളൊരു വിശ്വാസം ഉണ്ടായിരുന്ന ഒരു UK ഫ്ലൈറ്റ് ആയതുകൊണ്ട്, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വെച്ചാൽ. കാരണം ഞാൻ കയറി ഇറങ്ങി പോകുന്നതെങ്കിൽ പോലും, അതായത് ഡൽഹി പോയിട്ടാണ് നമ്മൾ UK പോകുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു വിഷയം വരില്ല എന്ന് 100% നമ്മൾ ഉറപ്പിച്ചു. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡൽഹി ഫ്ലൈറ്റ് ക്യാൻസലായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ഫ്ലൈറ്റ് ക്യാൻസലായതായിട്ട് റിപ്പോർട്ടില്ല. എനിക്ക് ഈ ഫ്ലൈറ്റും ക്യാൻസലായിട്ട് ഒരു റിപ്പോർട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അവരറിഞ്ഞത്. പിന്നെ ഇവർ ചെയ്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പെട്ടു പോകാതെ അവർ ചെയ്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവരൊരു കാര്യം ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, എനിക്ക് ഇവിടുന്ന് പോകണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവർ നേരെ ഡൽഹിക്ക് എന്നെ എത്തിച്ചു. പക്ഷേ 2 ഫ്ലൈറ്റും കൂടെ കയറി ഇറങ്ങി എന്ന് വേണേൽ പറയാം. ഒന്നാമത്തെ ഫ്ലൈറ്റ് യാത്ര എത്രത്തോളം ദുഷ്കരമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഫ്ലൈറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള മണിക്കൂറുകൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. എനിവേ, അത് സംഭവിച്ചത് ഇത്രയാണ്. ഞാനിപ്പോൾ നേരെ എനിക്ക് റീഅറേഞ്ച് ചെയ്ത് ടിക്കറ്റ് തന്നു. ദൈവാനുഗ്രഹം കൊണ്ട് അപ്പം തന്നെ തന്നെന്ന് വേണേൽ പറയാം. നമ്മൾ 8 മണിക്ക് ഇറക്കേണ്ട ഞാൻ ഇപ്പോൾ 6 മണിക്ക് ഫ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ വന്നത് നന്നായി. എനിവേ, ഫ്ലൈ ചെയ്യുന്നത് നേരെ ഹൈദരാബാദാണ്. ഹൈദരാബാദ് ഏകദേശം 1.5 മണിക്കൂർ ഇവിടുന്ന്. അതിനുശേഷം ഹൈദരാബാദ് ഇറങ്ങിയിട്ട് ഹൈദരാബാദിൽ നിന്ന് ഡൽഹി, അവിടുന്ന് 1.5 മണിക്കൂർ. അതിനുശേഷം ഡൽഹിയിൽ നിന്നാണ് ഞാൻ UK പോകുന്നത്. അപ്പോൾ ഇന്ന് ആലോചിച്ച് നോക്കി, ഒരല്പം നേരത്തെ വന്നുകൊണ്ട് ഇക്കാര്യം നടന്നു. പിന്നെ നമ്മുടെ ദൈവാദിനം കൊണ്ട് നാളത്തേക്ക് ഇത് മാറ്റി വെച്ചില്ല, ഇന്നത്തേക്ക് തന്നെ തന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. പെട്ടുപോകാനുള്ളത് പെട്ടുപോയി, പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഈ ഹൈദരാബാദ് ഇതുവരെ ഞാൻ പോയിട്ടില്ല. എയർപോർട്ടിൽ ബോംബെയിലും ഡൽഹിയിലുമൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ കൊച്ചിയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്, എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ, സെക്യൂരിറ്റിയുടെ അവിടെ നിന്ന് പലരും കയറ്റി വിടുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നെപ്പോലും ആദ്യം കയറ്റി വിട്ടില്ല. കയറ്റി വിടാത്തതിൻ്റെ കാര്യം, ഈ ഫ്ലൈറ്റ് ക്യാൻസലാണെന്നുള്ള കാര്യം അവർക്കറിയാം, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മളെടുത്ത ഏജൻസിയിൽ നിന്നോ ഇൻഡിഗോയുടെ ഓഫീസിൽ നിന്നോ നമുക്ക് ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. സോ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലേറ്റവും വലിയ മിസ്റ്റേക്ക്. അവർ മനഃപൂർവ്വം ഹൈഡ് ചെയ്യുന്നതാവാം. എനിവേ, ഐ ഡോണ്ട് നോ, എന്താണെങ്കിലും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇൻഡിഗോയിൽ ഫ്ലൈ ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെ ഒരു നല്ല ഒരു റിസൾട്ട് കിട്ടി. ഇനി യാത്ര ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. കാരണം കഴിഞ്ഞ മാസം ഞാൻ വന്നിരുന്നു. അതിനുശേഷം ഇപ്പം ഞാനൊരു 5 ദിവസം മുമ്പാണ് വന്നത്. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നതാണ്. അപ്പോൾ ഞാനൊരു ഒരാഴ്ചയായില്ല ഞാൻ വന്നിട്ട്. തിരിച്ചു പോകുന്നതും വളരെ ബിസിനസ് സംബന്ധമായ ആവശ്യമായിട്ടാണ് വന്നതാണ്. അപ്പം 5 ദിവസത്തിനുള്ളിൽ 5-ാമത്തെ ദിവസം 6-ാം ദിവസമാണ് ഞാനിപ്പോൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ എന്നാൽ ഇനിയൊരു ഇൻഡിഗോ ഫ്ലൈറ്റിനെ പറ്റി എനിക്ക് ചിന്തിക്കേണ്ടി വരും. ഇനി നമുക്ക് നോക്കാം, നമുക്ക് അവിടെ ചെല്ലട്ടെ. അതുവരെ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ യാത്ര. സാധാരണ യാത്ര ചെയ്യുമ്പം ഒരു ടിക്കറ്റ് അല്ലെങ്കിൽ 2 ടിക്കറ്റ് കിട്ടുന്നിടത്ത് ഇപ്രാവശ്യം 3 ടിക്കറ്റ് വെച്ചിട്ടാണ് നമ്മുടെ യാത്ര. എന്താ ചെയ്യുന്നതല്ലേ? പക്ഷേ അനുഭവിച്ചേ പറ്റുള്ളൂ. ഒരു ഫ്ലൈറ്റ് എക്സ്ട്രാ കയറണം. ഇതുപോലെ ടെൻഷൻ അടിച്ച്, അതായത് 8 മണിക്ക് കയറണം. ഞാൻ ഇപ്പോൾ 6 മണിക്ക് കയറുന്നു. അപ്പം ഞാനിവിടെ വന്ന ഉടനെ 5 മണിക്കാണ്. 4 മണി കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ 5 മണിയായി. അപ്പം ഹർബറിയായിട്ട് കയറേണ്ടി വരും. ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ പലരുടെയും ഫ്ലൈറ്റുകൾ ക്യാൻസലായി പോയ ശേഷം പലരും വീട്ടിൽ പോകുന്നു, പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത്? വളരെ നിരുത്തരപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഡിഗോയ്ക്ക് സംഭവിച്ചത്. 100% പറയാം. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പലർക്കും എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, പൊതുവിലറിയാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? പുതിയ ഫ്ലൈയിങ്ങിൻ്റെ പുതിയ നിയമം ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചാണ് കാര്യം. ബേസിക്കലി പറയുകയാണെങ്കിൽ ഫ്ലൈ ചെയ്യുന്ന
പൈലറ്റിനും അതോടൊപ്പം കോ സ്റ്റാഫിനും മിതമായ രീതിയിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള വിശ്രമം ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള നിയമമാണ് ഇറക്കിയത്. ബേസിക്കലി സിമ്പിളായിട്ട് പറയാൻ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ പൈലറ്റ് ആണെങ്കിൽ നൈറ്റിൽ ഫ്ലൈ ചെയ്യുന്ന പൈലറ്റ് അല്ലെങ്കിൽ നൈറ്റിൽ ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പൈലറ്റിന് നേരത്തെ 8 തവണ ലാൻഡ് ചെയ്യാമായിരുന്നു നൈറ്റിൽ, ഒരാഴ്ചയിൽ. നമുക്ക് 8 തവണ ലാൻഡ് ചെയ്യണമായിരുന്നു നൈറ്റിൽ മാത്രമാണ് ഞാൻ കാര്യം പറയുന്നത്. ഇപ്പോഴത്തെ ആ നിയമം അനുസരിച്ചാണെങ്കിൽ ആ പൈലറ്റിനെ 2 തവണ മാത്രം ലാൻഡ് ചെയ്താൽ മതി. സോ ഭയങ്കരമായിട്ടും ഈസിയായി എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നമുക്ക് അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ വർക്ക് ലോഡ് കുറഞ്ഞെന്ന് പറയാം. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ. സോ അതിന് നമുക്കൊന്നും പറയാനില്ല. അത് പുതിയ നിയമം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇൻഡിഗോയ്ക്ക് സ്റ്റാഫ് ഇല്ലാതായി. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇതിനകത്ത് മെയിൻ ഒരു കാര്യം വെച്ചാൽ ഇങ്ങനൊരു നിയമം വരും എന്നുള്ള കാര്യം ഈ ഇൻഡിഗോ ഫ്ലൈറ്റിന് അറിയാത്തതൊന്നുമല്ല. മിനിമം ഒരു 1-2 മാസമോ അല്ലെങ്കിൽ ഒരു 6 മാസമോ ഒക്കെ മിനിമം ഇങ്ങനൊരു സംഭവം നടക്കും എന്ന് ഇവർക്കൊക്കെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇന്നലെ ഈ ഒരു സുപ്രഭാതത്തിലല്ല ഇങ്ങനൊരു നിയമം വന്നത്. സോ ഇത്രയും മുമ്പ് വരെ ഇൻഫർമേഷൻ കൊടുത്തിട്ടും അത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അത് ഈ കമ്പനിയുടെ തന്നെ ഏറ്റവും വലിയ ഫോൾട്ട് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല. കാരണം ഇപ്പോൾ പറയുന്ന ഇന്ത്യയിൽ 60% ഫ്ലൈറ്റുകൾ ഓടുന്ന ഇൻഡിഗോ ആണ്. ശരിയാണ്, അതൊക്കെ സംഭവമൊക്കെയാണ്. ഇത് പെട്ടെന്നുള്ള ഒരു ഇഷ്യൂ അല്ല. ഇതൊരു 6 മാസം, എനിക്ക് കറക്റ്റ് അറിയില്ല എത്രയാണ്. എന്തായാലും ബേസിക്കലി പറഞ്ഞാൽ മിനിമം ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം മുമ്പേ ഇങ്ങനൊരു ഫ്ലൈറ്റിങ്ങിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റിനും കോ സ്റ്റാഫിനും ഇപ്പോൾ നേരത്തെ കൊടുത്തിരുന്ന എത്രത്തോളം വിശ്രമമാണോ അത് കൂടുതൽ വിശ്രമം കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം. അത് സമയമാകുമ്പോൾ പാലിക്കാത്തത് 100% ഇൻഡിഗോയുടെ ഫാൾട്ട് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പം സംഭവിച്ചത്. എത്രയോ ആയിരം ആൾക്കാർക്ക് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. എത്രയോ ഫ്ലൈറ്റുകൾ ക്യാൻസലായിട്ടുണ്ട്. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്ലൈറ്റ് ക്യാൻസലായെങ്കിൽ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അടുത്ത 2 ഫ്ലൈറ്റ് കയറിയാണെങ്കിലും എനിക്ക് പോകാൻ പറ്റും. സോ എനിവേ എന്താണെങ്കിലും ഇനി നമ്മൾ നേരെ ചെല്ലുന്ന എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ ചെന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡൽഹി ഫ്ലൈറ്റ്. സോ അതിനുശേഷം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എൻ്റെ ലണ്ടൻ ഫ്ലൈറ്റ്. സോ നമുക്ക് വരും കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം. വേറെ വരാം. നമ്മൾ പഴകെ യാത്ര ചെയ്യുമ്പം സീറ്റ് പിടിക്കാമെന്ന് പറയും. ചെറിയ കസേരകൾ അല്ലെങ്കിൽ നമ്മുടെ ബസ്സിൻ്റെ സീറ്റ്. അപ്പോൾ അതിനകത്ത് സാറിന് എന്താണ് ചെയ്യാറ്? എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അതായത് സീറ്റിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും. സാധാരണ ഇത് നമുക്ക് അങ്ങനെ ബസ്സിൻ്റെ സീറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവത്തിൽ ഞാനിത് കണ്ടില്ല. എന്തായാലും ഈ എയർപോർട്ടിൽ വന്നപ്പോൾ ഞാൻ അതും കണ്ടു. എന്താ നിങ്ങളെ കാണിച്ചു തരട്ടെ. എൻ്റെ ഈ ഇപ്പുറം ഇരിക്കുന്ന 2, 4, 5 സീറ്റും ഇരിക്കുന്ന ലെവലുണ്ട്. ഓരോ സീറ്റ് പിടിച്ച് വെച്ചേക്കാണ്. അതുപോലെ തന്നെ അവിടങ്ങളിലൊക്കെ എല്ലാ സീറ്റിലും അത് വേറെ ആരുമല്ല, നമ്മുടെ അയ്യപ്പന്മാർ തന്നെയാണ്. അയ്യപ്പൻ സ്വാമിമാരാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ അവർക്ക് എയർപോർട്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്നോ ഒന്നൊരു വ്യത്യാസമൊന്നുമില്ല. അവർ സത്യം പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അവിടെ നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതാ ബാക്ക് സൈഡിലൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ എയർപോർട്ടിൽ ഈ സീറ്റ് പിടിക്കേണ്ട ആവശ്യമില്ല. എയർപോർട്ടിൽ ഒരു സമയത്ത് സീറ്റിന് അനുപാതികമായിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവരവിടെ കയറ്റി വിടുകയുള്ളൂ. അതിനനുസരിച്ചുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഓരോ ഗേറ്റിൻ്റെ അവിടെയും ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഇത് ഇപ്പം ഞാൻ ഹൈദരാബാദിലേക്കാണല്ലോ പോകുന്നത്. അപ്പം ആന്ധ്രയിൽ നിന്നുള്ളവരോ ഹൈദരാബാദിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. അവർക്കിതറിയില്ല. അതല്ലെങ്കിൽ എന്താണ് പറയുന്നത്, മലയാളികൾക്ക് പലർക്കും അറിയുമെന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇത്രയും കാലം കുറേ വർഷമായിട്ട് ഫ്ലൈ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. അപ്പോൾ എന്നാലും കറക്റ്റ് സമയം യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ നടക്കുകയെന്ന് ഇപ്പം തന്നെ മനസ്സിലായി. അതായത് 5:55 നമ്മുടെ ടിക്കറ്റിൻ്റെ അകത്ത് ബോർഡിംഗ് ടൈം വെച്ചേക്കുന്നത്. ബോർഡിംഗ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ സമയമാകുള്ളൂ ഫ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. 6 മണിയായിട്ടുണ്ട്. ഇതുവരെയും ബോർഡിംഗ് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് ഫ്ലൈ താമസിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഫ്ലൈറ്റ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റ് താമസിച്ച് നെക്സ്റ്റ് ഫ്ലൈറ്റ് താമസിച്ച് ചെന്ന് കഴിഞ്ഞിട്ട് മറ്റേ ഫ്ലൈറ്റ് ഓൺ ടൈം ആണെങ്കിൽ ഞാൻ കിടന്ന് ഓടി പിടിച്ച് പോകേണ്ടി വരും. അപ്പോൾ എന്താണെന്ന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. മറ്റേ ഫ്ലൈറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. എങ്ങാനും മിസ്സായാൽ പണിയാണ്. മിസ്സായ കഥ പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഏകദേശം കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങോട്ട് വന്നപ്പം
എനിക്ക് ഞാൻ നേരെ ലണ്ടൻ നേരെ എന്താണ് മുംബൈക്കായിരുന്നു. മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഫ്ലൈറ്റ് മിസ്സായി. എന്തായാലും ആ കഥ പ്രത്യേകം ഞാൻ പറയാം. അനുഭവം സംഭവിച്ചു ആദ്യം. പക്ഷേ ഇപ്പോൾ ഞാൻ സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഇൻഡിഗോയുടെ ക്യാൻസലേഷൻ്റെ സംഭവത്തിലാണ്. എന്നാൽ ഈ പ്രാവശ്യം വന്നപ്പം കംപ്ലീറ്റ് ഒരു പ്രോബ്ലമാണ്. എന്നാൽ ഇനി ഇൻഡിഗോ എന്ന ഫ്ലൈറ്റിലേക്ക് ഞാനില്ല. കാരണം അത്രയും ഒരു അനുഭവം എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായതാണ് ഇപ്പോൾ പ്രസൻ്റ്ലി അങ്ങോട്ട് പോകുമ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇങ്ങോട്ട് വന്നാൽ ഇപ്പോൾ ഞാൻ വ്യക്തമായിട്ട് മറ്റൊരു എപ്പിസോഡ് നിങ്ങൾക്കുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. എന്നാലും ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേന് കറക്റ്റ് ബോർഡിങ് കാര്യങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തോന്നുന്നു. അപ്പോൾ നമുക്ക് ബോർഡിങ്ങിലേക്ക് കിടക്കാം. എനിക്ക് പോകാൻ സമയമായിട്ടില്ല. എൻ്റെ സോൺ 3 ആണ്. നമുക്ക് സോൺ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നീണ്ട ക്യൂ ആയിരിക്കും. അവിടെ എല്ലാ സോണിലെ ആൾക്കാരോട് ഒരുമിച്ച് എൻട്രി ചെയ്യാൻ ഒരുമാതിരി ബസ്സേ ആദ്യം കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ ഒരു രീതിയാണ് ഈ ആൾക്കാരുടെ ഒരു രീതി പോലെ. എനിവേ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. സോൺ നമ്പർ 3 ആണ്. അത് വിളിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്താ അപ്പോൾ എന്നാലും നമ്മൾ ഫ്ലൈറ്റ് കയറി നമ്മുടെ സീറ്റിൽ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കംപ്ലീറ്റ് എല്ലാവരും ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് ഫ്ലൈറ്റിൻ്റെ കാര്യം പറയേണ്ട കുഞ്ഞു ഫ്ലൈറ്റാണ്. ജസ്റ്റ് നമുക്ക് വരേണ്ട ആവശ്യമില്ല. ലോക്കൽ ഫ്ലൈറ്റ് എല്ലാം അങ്ങനെയായിരിക്കും. ജസ്റ്റ് 1.5 hour ട്രാവലിംഗ് ഉള്ള സോ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കറക്റ്റ് ടൈമിൽ നമ്മൾ ഹൈദരാബാദ് ചെല്ലുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആദ്യം. കാരണം അവിടുന്ന് നമ്മൾ 2 hour ഉണ്ട്. പക്ഷേ 2 hour എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതല്ല. കാരണം നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ഒക്കെ ചെയ്യും. എന്നിട്ട് വേണം നമുക്ക് അകത്ത് കയറാൻ വേണ്ടി. സോ വെയിറ്റ് ആൻഡ് സീ. എന്നാലും കയറി ഉടനെ ഒരല്പം പച്ചവെള്ളം തന്നിട്ടുണ്ട്. 1.5 മണിക്കൂർ യാത്രയുള്ളൂ. നമുക്ക് ഇതിനുള്ളൊന്നും ആവശ്യമില്ല. പക്ഷേ പച്ചവെള്ളം തന്നിട്ട് വെള്ളം കുടിപ്പിക്കുകയാണ്. കൂടുതലായിട്ട് വെള്ളമൊന്നും കുടിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. അത് മാത്രമേ നമുക്ക് പ്രാർത്ഥനയുള്ളൂ. ഓൾമോസ്റ്റ് റെഡി ടു ഫ്ലൈ. നമ്മൾ ഹൈദരാബാദിലേക്കുള്ള യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിക്കാതെ നമുക്ക് അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുക. എന്നാലും ഫ്ലൈറ്റിൽ നിന്നുള്ള ഈ എയർ സർക്കുലേഷൻ്റെ ആ ഒരു സൗണ്ട് കാരണം നമുക്ക് സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല. എനിവേ അപ്പോൾ എല്ലാവരും കോമാക്റ്റായിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി ഒരു 3/4 മണിക്കൂർ മതിയായിരിക്കും നമുക്ക് എത്താനായിട്ട്. കാരണം ടോട്ടലൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറല്ല 1.5 മണിക്കൂർ മതി നമുക്ക് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് എത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പറഞ്ഞു വെച്ചാൽ ആദ്യം ലാൻഡ് ചെയ്യാൻ ഇരുന്ന ടൈം തൊട്ട് 20 മിനിറ്റ് പിന്നെ കൂട്ടിയിട്ടാണ് ലാൻഡ് ചെയ്തത്. കാരണം ഇവിടെ കൺജക്ഷൻ കാര്യങ്ങൾ ലാൻഡിങ് ചെയ്യാതെ മറ്റുള്ള ഫ്ലൈറ്റോ പോലെ ലാൻഡ് ചെയ്യുന്നുണ്ടാവും. എന്നാലും അതിനുശേഷം 20 മിനിറ്റോട് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ലാൻഡ് ചെയ്ത്. കുഴപ്പമില്ലെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ഫ്ലൈറ്റ് ബോർഡിംഗ് ടൈം തുടങ്ങാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂർ 3/4 മണിക്കൂർ ഇല്ല. അപ്പോൾ ഇപ്പം ബസ് കയറിയിട്ട് നമുക്ക് അടുത്ത അതിലോട്ട് പോകാൻ എന്താണെങ്കിലും ഇതുപോലെ നമുക്ക് നോക്കാം എന്താണ് സംഭവം നടക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള സംഭവത്തിലാണ് ശരിക്കും നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. കാരണം നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ തീർന്നു സംഭവം. സോ എനിക്ക് ഞാൻ ഒരല്പം ടെൻഷനിലാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ ഡൽഹിക്ക് നോക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മളെ ട്രാൻസ്ഫർ ചെയ്ത് വിട്ടേക്കുന്നത് എന്നോട് പറഞ്ഞേക്കുന്ന ഈ വഴി പോയാൽ മതി നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഇനി ജസ്റ്റ് 45 മിനിറ്റ് പോലും ഇല്ല ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അവിടെ ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ എഴുതിയിട്ടുണ്ട്. എനിവേ നമുക്ക് നോക്കാം. അവിടെ അവിടെ ഫ്ലൈറ്റ് 20 മിനിറ്റ് ലാൻഡ് ചെയ്യാൻ താമസിച്ചു. അതിൻ്റെ പോകാൻ നമ്മൾ ഇവിടെയാണ് അനുഭവിക്കുന്നത്. എനിവേ എന്നാൽ നമ്മുടെ ദൈവാദിനം കൊണ്ട് പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഗേറ്റ് നമ്പർ 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ആശ്വാസമുള്ളൂ. ഇതിൻ്റെ ഏറ്റവും ടെൻഷൻ എടുക്കുന്ന വേറെ കാര്യം എത്തുന്നില്ല. നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്ക് ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റ് മിസ്സായി. സോ അതുകൊണ്ടാണ് നമ്മൾ ഒരല്പം കൂടി കൂടുതൽ ടെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതാ ഇപ്പോൾ ഗേറ്റ് നമ്പർ ഇവിടെ 922 എല്ലാം അങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. കാരണം ഗേറ്റ് നമ്പർ കണ്ടുപിടിച്ച് ഇപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നോർമലി ബേസിലാണെങ്കിൽ 8:45 ആണ് ടൈം. ഇപ്പോൾ സമയം ബോർഡിങ് തുടങ്ങുന്ന സമയമാണ്. ഇപ്പം
8:35 ആണ്. സോ 10 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് അവിടെ ചെല്ലാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളതാ ഇവിടെ എടുത്തു 9 തൊട്ട് 14 വരെയുള്ള ഗേറ്റല്ല അവിടെ നമ്മുടെ ലെവലിലാണ്. സോ ഒരല്പം ആശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് വന്നപ്പം നമുക്ക് ഫ്ലൈറ്റ് മിസ്സായതിൻ്റെ മെയിൻ കാരണം ഒന്ന് ഫ്ലൈറ്റ് ഓൺ ടൈം വന്നു എന്നുള്ള സത്യമാണ്. രണ്ടാമത് പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ഇവർ സെക്യൂരിറ്റി ചെക്കിങ് ഒരുപാട് ലേറ്റായിപ്പോയി. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻ്റർനാഷണലിൽ നിന്ന് ഈ ഇൻഡിഗോ അല്ലെങ്കിൽ എയർ ഇന്ത്യയിലൊക്കെ വരുമ്പോൾ നമ്മുടെ ബാഗേജ് നമ്മൾ തന്നെ സ്വയം ട്രാൻസ്ഫർ ചെയ്യണം. സോ ആ ഒരു ലേറ്റ് അതുകൊണ്ടുകൂടെ ലേറ്റായി. അങ്ങനെയാണ് ലേറ്റായപ്പോഴാണ് നമ്മൾ ഈ പ്രോബ്ലം ഉണ്ടാകാൻ കാരണം. എനിവേ ഇപ്പം നമ്മൾ ഇൻഡിഗോയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊന്നും അന്നേരം ഇല്ല. അതായത് 1-ാം തീയതി മറ്റാണ് അതില്ലായിരുന്നു അന്നേരം. എനിവേ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ടെൻഷനില്ലായിരുന്നു. എനിവേ അത് വന്ന് ഒരു കാര്യം കൂടെ ആലോചിക്കണം. 4 മണിക്കൂറിന് മുകളിൽ ഗ്യാപ്പ് ഉണ്ടായിട്ടാണ് നമുക്ക് ആ ഫ്ലൈറ്റ് കിട്ടാതെ പോയത്. കാരണം ബാഗേജ് കിട്ടാൻ താമസിച്ചു, അതിനുശേഷം ആ ബാഗേജ് എടുത്ത് ഡൊമസ്റ്റിക്ക് കൊടുക്കാൻ താമസിച്ചു, പിന്നെ ഇമിഗ്രേഷൻ താമസിച്ചു. സോ അതുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും ഇവിടെ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു അല്പം വെപ്രാളം കാണിച്ചത്. എന്തായാലും നമ്മൾ ഗേറ്റ് നമ്പർ 10 എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാം. ഹൈദരാബാദ് എയർപോർട്ടിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ എത്തുന്നത്. നമ്മൾ പ്രതീക്ഷയ്ക്കപ്പുറം ഒരു വലിയൊരു എയർപോർട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ. കൊച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ കൊച്ചി എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. സത്യം പറഞ്ഞാൽ കൊച്ചി എയർപോർട്ട് വളരെ ചെറിയൊരു എയർപോർട്ടാണ്. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള എയർപോർട്ട് കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചത് ഇവിടെ ഇതിൻ്റെ ഒരു സ്ട്രക്ചറും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി തന്നെ നിങ്ങൾക്ക് ബാക്ക് സൈഡിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ടെർമിനലിൻ്റെ എണ്ണമാണെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇതാ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്ന ഇതിൻ്റെ സ്പേസ്, ഫുഡ് കോർണർ എല്ലാം നോക്കും. അത്രയും സ്പേസ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ബസ്സിൽ അവിടെ നിന്ന് ലാൻഡ് ചെയ്തിട്ട് ബസ്സിൽ നിന്ന് വന്നിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങൾ കാണാൻ മനസ്സിലായി. ഇപ്പോൾ ഗേറ്റ് നമ്പർ ആണെങ്കിൽ പോലും എനിക്കൊന്ന് 120 ഗേറ്റ് നമ്പർ വരെ ഇവർ കാണിക്കുന്നുണ്ട്. സോ നമ്മുടെ കൊച്ചിയിൽ അന്ന് ഓർത്ത് നോക്കിയാൽ എത്ര ഗേറ്റ് നമ്പർ നമുക്കുണ്ടോ എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കണം. എന്തായാലും മുംബൈ നല്ല വലിയ ഇത് തന്നെയാണ്, ഡൽഹിയും വലിപ്പം തന്നെയാണ്. അപ്പോൾ എന്നാൽ ഇത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു എയർപോർട്ട് തന്നെയാണ് നമ്മുടെ ഈ ഹൈദരാബാദ് എയർപോർട്ട്. ഇപ്പോഴത്തെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. സത്യം പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഫ്ലൈറ്റ് 8:45 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡൽഹിക്ക് പോകുന്നതിന് മുമ്പായിട്ട് കൊച്ചി എയർപോർട്ടിൽ നിന്ന് കഴിക്കാമെന്നാണ് ഞാൻ പ്ലാൻ ഇട്ടത്. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് നേരെ ഹൈദരാബാദ്, അതായത് നമുക്ക് അവിടെ ഇരിക്കാൻ സമയം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ഹൈദരാബാദ് ഫ്ലൈറ്റ് കയറി ഹൈദരാബാദിൻ്റെ ഇവിടെ എത്തി. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റിനുള്ളിൽ ബോർഡിങ് തുടങ്ങി. സോ വേണമെങ്കിൽ ഇവിടുന്ന് ചായ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ ചായ കുടിക്കാമെന്നുള്ളതല്ലാതെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്നൊന്ന് കഴിക്കാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് നമ്മളിപ്പോൾ പോകുന്ന ഫ്ലൈറ്റും ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഡൽഹിയിലെത്തി. ഇപ്പോൾ ഈ പോകുന്ന ഫ്ലൈറ്റിലും നമുക്ക് പൈസ കൊടുത്ത് വേണമെങ്കിൽ ഫുഡ് മേടിക്കാതെ പറ്റും. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ഡൽഹിയിൽ നിന്ന് നമ്മൾ UK പോകുമ്പോൾ അല്ലെങ്കിൽ ലണ്ടനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫുഡ് സർവീസ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു രാവിലെ വെളുപ്പിലെ 4:35 മറ്റുമാണ്. സോ അതുവരെ കഴിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇനി ഞാനിപ്പോൾ കഴിക്കാനുള്ള ശ്രമം നടത്തി നോക്കട്ടെ. ഞാൻ റിസ്ക് എടുത്ത് സാധനം ഞാൻ മേടിച്ച് ജസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള പെട്ടെന്ന് മേടിച്ചു. അതായത് ബ്രെഡ് പക്കോട ഉണ്ട്. അതാ ഇവിടെ ഉണ്ടായതാണ്. അത് തീർന്നു ഏകദേശം ബ്രെഡ് പക്കോട. അത് നമ്മുടെ ബ്രെഡ് നമ്മൾ പക്കാവടയൊക്കെ ഉണ്ടാക്കില്ല, ആ ഒരു മാവിൻ്റെ അകത്തിട്ട് മുക്കി വറക്കുന്നതാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അപ്പം അവിടെ ബോർഡിങ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമാണ്. അതുകൊണ്ടും നമുക്ക് ഇല്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. നമുക്ക് ഇത് കഴിച്ചേ പറ്റുള്ളൂ. കാരണം ഇനി 1.5 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിലൊന്നും കിട്ടാനില്ല. അടുത്ത ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു വെളുപ്പനെയാണ്. ഇപ്പം കഴിക്കാൻ നല്ല സ്വസ്ഥമായിട്ട് കഴിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചായ പോയിൻ്റ് നിന്ന് ചായ കൂടെ മേടിക്കണമെന്നുണ്ട്. പക്ഷേ അത് കഴിച്ചുകൊണ്ട് ചൂടോട് ചായ കഴിച്ചുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് മാത്രമാണ് ഇപ്പോൾ കഴിക്കുന്നത്. അത് നമ്മുടെ കയ്യിലോട്ട് വന്നിട്ടില്ല. ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ പക്കോടയ്ക്ക് 300 എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റാണ്. പിന്നെ യൂഷ്വൽ നമുക്കറിയാവുന്ന നമ്മുടെ എയർപോർട്ടിലെ എല്ലാ കടകൾക്കും അതിന് മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ ഓക്കെ താങ്ക് യു. നമ്മുടെ റെസീപ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. റെസീപ്റ്റ് 314 നമ്മുടെ ഒരു ബ്രെഡ് പക്കോടയ്ക്ക്.
ഞാൻ കാണിച്ചു തരാം എന്താണ് ബ്രെഡ് പക്കോട എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതും കഴിക്കുന്നതും. 299.81 ബാക്കി GST ആണ്. പിന്നെ ടോട്ടൽ 314.80. ഇതാണ് ബ്രെഡ് പക്കോട. രണ്ട് ബ്രെഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഈ പറഞ്ഞ മാവിൻ്റെ അകത്ത് മുക്കി പൊരിച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കിതുമായിട്ട് അങ്ങോട്ട് പോകാം. അതിൽ ഒരു പീസ് എടുത്ത് കഴിക്കാം. ഇതിൻ്റെ അകത്ത് മസാലയാണ് അകത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, 2 ബ്രെഡ് എടുത്ത് അതിന് നടുക്കും മസാല ദോശ ഉണ്ടാക്കുന്ന പോലുള്ള മസാല ഇട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കും. കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ്, പിന്നെ നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് എന്ത് കിട്ടിയാലും നമുക്ക് നല്ല ടേസ്റ്റ് തോന്നും. ആ എന്നാലും അവിടെ നിന്ന് അധികം സമയം നമ്മൾ കഴിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയാണ്. കാരണം വെച്ചാൽ ഇവിടെ ബോർഡിങ് തുടങ്ങി. അപ്പം ഞാൻ നമ്മുടെ ഫുഡ് കറക്റ്റ് പാക്കിങ്ങിലാക്കി ഒരു സാൻഡ്വിച്ച് പരുവത്തിൽ ബോക്സിൻ്റെ അകത്താക്കി ഞാൻ മേടിച്ചു. കാരണം വെച്ചാൽ ഒന്നും അവിടെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഇവിടെ അങ്ങനെ ബോർഡിങ് നടന്നു കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ എന്നാലും വെച്ച് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് ചുമ്മാ കുത്തിപ്പിടിച്ചിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ ബാക്കി. അതല്ലേ വേറെ മാർഗ്ഗമില്ല. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന് എല്ലാത്തിനും കാരണം, ഈ ടെൻഷൻ എല്ലാത്തിനും കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം, ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം നമ്മൾ ഫ്ലൈറ്റ് മിസ്സായതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഒരു ടെൻഷൻ വരില്ല. കാരണം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഫ്ലൈറ്റ് മിസ്സായിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ കാരണം കൊണ്ടല്ല എങ്കിൽ പോലും ഒരു തരത്തിലും നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം, അതായത് ലാസ്റ്റ് തവണ ഞാനിങ്ങനെ വന്നപ്പോൾ ഉണ്ടായ സംഭവം കൊണ്ടാണ് ഇത്രയും നമ്മളൊരു പ്രിക്കോഷൻ എടുക്കാനും ഒരു ടെൻഷൻ എടുക്കാനും ഒക്കെ ഒരു കാരണമായത്. ഞാൻ മറ്റൊരു കോമഡി പറഞ്ഞുതരാം. നമ്മൾ കൊച്ചി എയർപോർട്ടിനെ പറ്റി പറഞ്ഞു, ചെറുതാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഓരോ ഗേറ്റിലും ഇനഫായിട്ടുള്ള സീറ്റിംഗ് കപ്പാസിറ്റി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര വലിയ എയർപോർട്ടാണ്, ഹൈദരാബാദ് എയർപോർട്ട്. പക്ഷേ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് ഞാനിരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടോ? അതായത് മതിലിൻ്റെ സൈഡിലുള്ള ജസ്റ്റ് ഒരു കമ്പിലാണ് ഞാനിരിക്കുന്നത്. ബാക്കിയുള്ള സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതാണ് ഗേറ്റ് നമ്പർ 10 മുമ്പുള്ള സീറ്റിംഗ് കപ്പാസിറ്റി. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ അവിടെ നിൽക്കുകയാണ്. ബാക്കിയുള്ള ഗേറ്റുകൾ ഇത് 9 സീറ്റാണ് ഇവിടെ. അതോടൊപ്പം 10 ഫ്രണ്ടിലുള്ള സീറ്റാണ്. അപ്പോൾ 2 ഗേറ്റിനുള്ള സീറ്റാണ് ആൾക്കാരുള്ളത്. പിന്നെ ബാക്കിയുള്ള സീറ്റ് ഇതാകുന്നത് അവിടെയൊക്കെ കണ്ടിട്ട് ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ഈ സൈഡിൽ ഫ്രണ്ടിൽ കുറച്ച് സീറ്റുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിപ്പം കൊണ്ട് കാര്യമില്ല എന്നിപ്പോൾ എനിക്ക് തോന്നുന്നതാണ്. ഏതായാലും ഞാൻ ഇരിക്കുന്ന സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കുത്തി തറയിലിരിക്കുകയായിരുന്നു. തറയിലിരിക്കുന്നതിന് പകരം ഇവിടെ ഇങ്ങനെ കമ്പി വേലിയും കൂടി ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഫുഡ് മേടിച്ച് ഇപ്പോൾ ബോർഡിങ് തുടങ്ങുമെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. എന്തായാലും ഞാൻ അവരോട് ഇന്ന് ചോദിച്ചു എപ്പോഴാണ് ബോർഡിങ് തുടങ്ങുക. അപ്പോൾ പറഞ്ഞു ഒരു 10-15 മിനിറ്റ് കൂടി കഴിയുമെന്ന്. അതായത് ഫ്ലൈറ്റ് എടുക്കുമെന്ന് പറഞ്ഞ സമയം 9:30 ആണ്. ഇപ്പം സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബോർഡിങ് അവർ പറഞ്ഞ് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും 9:20 ഒരു 9:20 ആകുമ്പോൾ ബോർഡിങ് തുടങ്ങിയാൽ ബാക്കി. അങ്ങനെ വരുമ്പോൾ ഫ്ലൈറ്റ് എടുക്കാനും ലേറ്റാവും. സോ അടുത്ത ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഡൽഹിക്ക് 1.5 മണിക്കൂർ താമസമുള്ളൂ ഇവിടുന്ന് എന്നാണ് എന്നോട് പറഞ്ഞത്. ഡൽഹിക്ക് എന്നതിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ്, നമ്മുടെ വലിയ യാത്രയുള്ള ആ ഫ്ലൈറ്റ് കിട്ടുന്നവരെ ടെൻഷനായിരിക്കും. എനിവേ എന്തായാലും ടെൻഷൻ അനുഭവിക്കുന്ന ഒരു യാത്രയായിരുന്നു ഈ തവണ ഞാൻ കേരളത്തിലേക്ക് വന്നപ്പോൾ. അത് ഇങ്ങോട്ട് വന്നപ്പോഴും ഇതാ ഇപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും. എന്നാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം. എന്നാലും കുത്തിയിരുന്ന് കുന്തിക്ക് വേദനയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. കുന്തി എന്നുള്ളത് അൺപാർലമെൻ്ററി വേർഡൊന്നും അല്ലല്ലോ അല്ലേ. എനിവേ സത്യം പറയാമല്ലോ, നമുക്ക് ഇത്ര സമയമൊന്നും ഇരിക്കാൻ പറ്റില്ല ഇവിടെ. ഞാനൊരു 5 മിനിറ്റ് ഇരുന്നതേ ഉള്ളൂ. കാരണം എന്താ, നമ്മുടെ നാട്ടിലെ ഈ അടുത്ത കാലത്ത് കുറേ ബസ്സിലൊക്കെ ബസ് സ്റ്റോപ്പിലൊക്കെ വെച്ചപ്പോഴുള്ള ഒരു എന്താണ് പറയുക, ഇതിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് അല്ല. പക്ഷേ നമുക്ക് വേറെ മറ്റു മാർഗ്ഗങ്ങളില്ല, മടുത്തു. പക്ഷേ ഇനിയിപ്പോൾ ഇരിക്കുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ അൺപാർലമെൻ്ററി വേർഡല്ലാത്ത
കൊണ്ട് വേഗം എടുക്കുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ബാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിരുന്ന ബ്രെഡ് പക്കോട ഞാനിപ്പോൾ കഴിച്ചു തീർക്കണം. കാരണം ഇഷ്ടം പോലെ സമയമാണ്, ഇതുവരെയും ബോർഡിങ് തുടങ്ങിയിട്ടില്ല. അത് പിന്നെ എന്താ നമ്മൾ വെയിറ്റ് ചെയ്ത് ചുമ്മാ ഇരിക്കുന്നത്, ഇപ്പോൾ തന്നെ കഴിച്ചു തീർക്കാം. ഇത് കൊള്ളാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മസാല ദോശയുടെ അകത്ത് വെക്കുന്ന ആ ഫില്ലിങ്ങും 2 ബ്രെഡിൻ്റെ അകത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെ നീണ്ട കാലത്തിന് ശേഷം ഏകദേശം 9:30 അതായത് ഫ്ലൈറ്റ് പൊങ്ങേണ്ട സമയമായ 9:30 ആയപ്പോഴത്തേനും ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് രണ്ടാമത്തെ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ സംഭവം പോകാം. നമ്മൾ ഇവിടെ ടെർമിനൽ കാര്യങ്ങളൊക്കെ നല്ല വലിയാണ്, സംഭവമൊക്കെയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ടെർമിനലിൻ്റെ അകത്ത് ഇരിക്കാനുള്ള ഫെസിലിറ്റി വളരെയധികം കുറവാണ്. നമ്മൾ ഒരു നമ്മളൊരു റേറ്റിംഗ് ഇടുകയാണെങ്കിൽ 5 out of 1 എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലും കൊടുക്കാൻ പറ്റില്ല. അത്രയും ആൾക്കാർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി അവർ ഇത്രയും വലിയ എയർപോർട്ട് ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്.